ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പക്കാരോ പഴവോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പച്ചരി 5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. അതിനായിട്ട് ഇത് മുഴുവനായിട്ടും മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 5 ഏലയ്ക്ക് തൊലി കളഞ്ഞ് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 2 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. മാവ് അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കരുത്. ചെറിയ ചെറിയ തരികളോടെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസ് ആയി പോകാൻ പാടില്ല, കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇപ്പോഴത്തെ 8 മണിക്കൂറിന് ശേഷം മാവ് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ ഫെർമെന്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, മാവിന്റെ കറക്റ്റ് പാകമാണിത്. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങക്കൊത്തോ എള്ളുകൂടെ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പത്തിന്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നെയ്യപ്പം കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പഴമോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ വളരെ സോഫ്റ്റ് ആയി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്യപ്പം റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് ഇനി തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നെയ്യപ്പത്തിന്റെ 2 സൈഡ് നല്ല പോലെ മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പാകമായിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ മറ്റുള്ള എല്ലാ നെയ്യപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ നെയ്യപ്പത്തിന്റെ ബാറ്റർ ഉണ്ടല്ലോ, 8 മണിക്കൂർ നിങ്ങൾക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1 അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 2-3 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് നെയ്യപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ നെയ്യപ്പവും അടിപൊളിയായി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അരികെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു നെയ്യപ്പമാണിത്. പൊട്ടിപ്പോവുകയോ എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എത്ര ഈസി ആയിട്ടാണല്ലേ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പെർഫെക്റ്റ് നെയ്യപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ നെയ്യപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.